ക്ലാസ് പ്രെയർ പറഞ്ഞോട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. പ്രെയർ പറഞ്ഞോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഐ ആം സൽമ ഫ്രം ആലപ്പി. ഇന്നത്തെ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ആരംഭിക്കാം. പ്രയറിനായി അർച്ചനയെ ക്ഷണിക്കുന്നു. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം കീർത്തനങ്ങളാകവേ ഞങ്ങൾ പാടും ഈശ്വരങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും. താങ്ക് യു. സൈനിങ് ചെയ്യാനായി മിന്നുമോളെ ക്ഷണിക്കുന്നു. Good morning, Miss, and good morning, friends. Myself, Minnumol. It's a pleasure to welcome you all here today. First of all, I welcome Aparna Miss for this section, and I welcome my friends for this class. Have a nice day. Thank you. എപ്പോഴും നല്ല സന്ദേശങ്ങൾ നന്മയുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഒരു തോട്ട് ഓഫ് ദി ഡേ പറയാനായി ഗ്ലാഡിസിനെ ക്ഷണിക്കുന്നു. Hi, I am Gladys from Ernakulam. Today's thought: live life as though nobody is watching and express yourself as though everyone is listening. സർ നെൽസൺ മണ്ടേല. ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നതുപോലെ ജീവിതം നയിക്കുക. എല്ലാവരും കേൾക്കുന്നുണ്ടെന്നതുപോലെ നിങ്ങളെ തന്നെ പ്രകടിപ്പിക്കുക. ഐ റിപ്പീറ്റ്, live life as though nobody is watching and express yourself as though everyone is listening. Sir Nelson Mandela. ഗുഡ് മോർണിംഗ് ഓൾ. Morning, ma'am. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? മാം ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മാം ഇന്ന് ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. നമ്മള് ഡിസീസിനെ കുറിച്ചിട്ടായിരുന്നു സെമിനാർ പറഞ്ഞിട്ടുള്ളത്. സെമിനാർ ഓരോരുത്തരും ഓരോ അസുഖങ്ങൾ എടുക്കും. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട് ഓരോരുത്തരുടെ പേര്. ഓരോരുത്തരെയും ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ മെനിഞ്ചൈറ്റിസ് ആണ് അല്ലെ? രേവതി ഉണ്ടോ? ഓക്കേടാ രേവതി. ഓക്കെ, പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ. മസ്തിഷ്കജ്വരം. മസ്തിഷ്കജ്വരം അഥവാ എൻസിഫാലിറ്റീസ് എന്നത് മസ്തിഷ്കത്തിന് സംഭവിക്കാവുന്ന വീക്കമാണ്. ഇത് വൈറസുകൾ, ബാക്ടീരിയ, അമീബ തുടങ്ങിയ രോഗാണുക്കൾ മൂലമോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ മൂലമോ ഉണ്ടാകാം. അമീബ അണുബാധ കാരണം ഉണ്ടാകുന്ന അമീബിക് മസ്തിഷ്കജ്വരം വളരെ അപകടകരമാണ്. അമീബ വിഭാഗത്തിൽപ്പെട്ട നെഗ്ലോറിയ ഫൗലറി പോലുള്ള അണുക്കൾ തലച്ചോറിലേക്ക് കടക്കുന്നതാണ് ഇതിന് കാരണം. മൂക്കിനും തലച്ചോറിനുമിടയിലുള്ള നേർത്ത പാളിയിലെ സുഷിരങ്ങളിലൂടെയാണ് അമീബ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതിലൂടെയും പകരാവുന്നതാണ്. തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് വരിഞ്ഞു മുറുകുന്നത് പോലെ കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയത്വം, അസാധാരണ പ്രതികരണങ്ങൾ, രോഗം ഗുരുതരമായാൽ അപസ്മാരം, ബോധക്ഷയം,
ഓർമ്മക്കുറവ് എന്നിവ ഉണ്ടാകുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ മൂക്കിലെ നേരിയ സുഷിരങ്ങൾ വഴി തലച്ചോറിലേക്ക് കടക്കുന്ന അമീബ മൂലമാണ് ഇതുണ്ടാകുന്നത്. കുട്ടികളിലും കൗമാരക്കാരിലുമാണ് പ്രധാനമായും ഈ രോഗം ഉണ്ടാകുന്നത്. അമീബിക് മസ്തിഷ്ക രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമല്ല. 97% മരണനിരക്കുള്ള രോഗമാണിത്. രോഗാണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാം. ഇതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി കെട്ടിക്കിടക്കുന്നതും വൃത്തിഹീനവുമായ വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. നീന്തൽ കുളങ്ങളിൽ കൃത്യമായ ക്ലോറിനേഷൻ ഉറപ്പുവരുത്തുക. വെള്ളത്തിൽ കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കുക. നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക. അമീബിക് മസ്തിഷ്കജ്വരം കണ്ടെത്താൻ രോഗിയുടെ ലക്ഷണങ്ങൾ നിരീക്ഷിക്കുന്നതിനോടൊപ്പം പ്രത്യേകിച്ച് തലച്ചോറിലെ ദ്രാവകത്തിന്റെ പരിശോധനയും CSF പരിശോധനയും മസ്തിഷ്കത്തിന്റെ ഇമേജിംഗ് പരിശോധനകളും നടത്താറുണ്ട്. മസ്തിഷ്കത്തിന്റെ ദ്രാവക പരിശോധന അഥവാ CSF തലച്ചോറിനെ സംരക്ഷിക്കുന്ന ദ്രാവകത്തിൽ അമീബകൾ ഉണ്ടോ എന്ന് കണ്ടെത്താനാണിത്. മസ്തിഷ്കത്തിൽ നിന്ന് ഈ ദ്രാവകം എടുത്ത് ലബോറട്ടറിയിൽ വിശദമായി പരിശോധിക്കുന്നു. മസ്തിഷ്കത്തിന്റെ ഇമേജിംഗ് പരിശോധനകളായ MRI, CT സ്കാൻ എന്നീ പരിശോധനകൾ മസ്തിഷ്കത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ധാരണ നൽകാൻ സഹായിക്കുന്നു. രോഗിയുടെ ലക്ഷണങ്ങൾ, മെഡിക്കൽ ഹിസ്റ്ററി, പരിശോധനാ ഫലങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് വിലയിരുത്തിയാണ് ഡോക്ടർമാർ രോഗം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കൂടുതൽ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. താങ്ക് യു മിസ്. എല്ലാവർക്കും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ, രേവതി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. നെക്സ്റ്റ് ബിൻഷ. യെസ് മാം. ബിൻഷ മംസാണ് ട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ പറയുന്ന രോഗം മുണ്ടിനീര്, മംസ് അഥവാ മുണ്ടിനീരിനെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് മംസ് അഥവാ മുണ്ടിനീര്. എസ്പെഷ്യലി ഇത് കുട്ടികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഇത് അഡൾട്ട്സിനെയും ബാധിക്കുന്നതായി ഇപ്പോൾ പറയുന്നുണ്ട്. മുണ്ടിനീര് എന്ന് പറയുന്ന അസുഖം ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. പാരാമിക്സോ വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത്. ഇതൊരു പകർച്ചവ്യാധിയാണ്. കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്ക് പകരുന്ന ഒരു അസുഖമാണ്. അതായത് മുണ്ടിനീര് ബാധിച്ച ഒരു കുട്ടി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഈ വൈറസ് മറ്റു കുട്ടികളിലേക്ക് പകരുന്നു. ശരീരവേദന, പനി, തൊണ്ടവേദന, തലവേദന, ചെവിവേദന, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് മുണ്ടിനീരിന്റെ ആദ്യ ലക്ഷണങ്ങൾ. പിന്നീട് കഴുത്തിന്റെ ഭാഗത്തും കവിളിലുമായി വീക്കം അഥവാ നീര് കാണപ്പെടുന്നു. ഈ വൈറസ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളെ അറ്റാക്ക് ചെയ്യുന്നത് മൂലമാണ് ഈ വീക്കം നമുക്ക് കാണപ്പെടുന്നത്. ഇതുമൂലം ആഹാരവും വെള്ളവും ഇറക്കുവാൻ കുട്ടികളിൽ നല്ല പ്രയാസം അനുഭവപ്പെടുന്നു. മുണ്ടുനീരിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ഇതൊരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആണ്. 1977 മംസിന് വാക്സിൻ കണ്ടുപിടിക്കുന്നത്. മംസിന് മാത്രമായി ഒരു വാക്സിൻ ഇല്ല, മറിച്ച് റുബല്ല, മീസിൽസ് എന്നീ രോഗങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനൊപ്പം മംസിനുള്ള വാക്സിനും കൂടി നൽകപ്പെട്ടിരുന്നു. അതായത് MMR വാക്സിൻ. 2017 ശേഷം MMR വാക്സിന്റെ ലഭ്യത കുറയുകയും MR വാക്സിൻ കുട്ടികൾക്ക് നൽകപ്പെടുകയും ചെയ്തു. അതിനാലാണ് മംസ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നതെന്ന് പല ഡോക്ടേഴ്സും അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ രോഗം ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികളുമായി ഇടപഴകാൻ രോഗിയായ കുട്ടിയെ അനുവദിക്കരുത്. 21 ദിവസമാണ് ക്വാറന്റൈൻ കാലാവധിയായി ഡോക്ടേഴ്സ് പറയുന്നത്. ഇതുമൂലം മറ്റു കുട്ടികളിലേക്ക് രോഗം പകരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. രോഗിയായ കുട്ടിക്ക് ധാരാളം വെള്ളം കൊടുക്കുക, വായിൽ ഉപ്പിട്ട് വെള്ളം കൊള്ളിക്കുക, മസാജ് ചെയ്തു കൊടുക്കുക, നാരങ്ങ മിഠായി പോലെയുള്ള പുളിയുള്ള വസ്തുക്കൾ വായിലിട്ട് കൊടുക്കുക എന്നതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ആദ്യത്തെ 2 ദിവസം കുട്ടിക്ക് നല്ല പനിയും ചൂടും അനുഭവപ്പെടും. പനിക്കുള്ള മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ അസുഖം തനിയെ മാറുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അപൂർവം ചില കുട്ടികളിൽ മുണ്ടിനീര് ചില കോംപ്ലിക്കേഷൻസ് സൃഷ്ടിക്കാറുണ്ട്. കൗമാര പ്രായക്കാരിൽ
ജനനേന്ദ്രിയങ്ങളെ ബാധിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നു. ചിലരിൽ തലച്ചോറിനെയും പാൻക്രിയാറ്റിക് ഗ്രന്ഥിയെയും ബാധിക്കുന്നു. അതായത് ഈ അസുഖം വന്നു കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടികൾക്ക് തലവേദന, ഛർദി, ശക്തമായ വയറുവേദന പോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ പീഡിയാട്രീഷ്യനെ കാണിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം മുണ്ടിനീര് തനിയെ മാറുന്ന ഒരു അസുഖമാണ്. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ ദിൽഷ. താങ്ക് യു മാം. ഓക്കെ, മംസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായോ? TB ആരാണ്? ഞാനായിരുന്നു നൂരിഷ. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ TB. ഓക്കെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് മിസ്. ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് TB, ട്യൂബർകുലോസിസ്. TB എന്നത് ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസ് ആണ്. ഇത് പ്രധാനമായും മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. സാധാരണയായി ഇത് കുട്ടികളിലും പ്രായമായവരിലുമാണ് കാണപ്പെടുന്നത്. That mainly affect the lungs, but it can also affect other part of the body, such as the brain and kidney or liver. Tuberculosis spread ആകുന്നത് when a person with the illness coughs, sneezes or sings. This can tiny droplets with the germs into the air. Another person can then breathe in the droplets and the germs enter the lungs. കൃത്യമായ ചികിത്സയിലൂടെ ഇത് പൂർണ്ണമായും നമുക്ക് മാറ്റാൻ കഴിയുന്നു. സിംറ്റംസ്: 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ, ചിലപ്പോൾ രക്തം വരെയും വരാൻ സാധ്യതയുണ്ട്. വീക്ക്നെസ് ബോഡി, പനി, വിശപ്പില്ലായ്മ, ശരീരവേദന, വിറയൽ. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ക്ഷയരോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനും പെട്ടെന്ന് തന്നെ ചികിത്സ ആരംഭിക്കാനും സാധിക്കുന്നു. ക്ഷയരോഗം ശ്വാസകോശത്തിനകത്തും ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലും വരാം. അതിനാൽ സിംറ്റംസ് ഡിഫറന്റ് ആയിരിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. ക്ഷയരോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ ഒട്ടും പിന്നിലായിരുന്നില്ല. എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. കേരളത്തിൽ ഏകദേശം 20% പേരിൽ TB അസുഖം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. ചികിത്സാ രീതികൾ: ക്ഷയരോഗം ബാധിച്ചവരെ സാധാരണയായി മൾട്ടി ഡ്രഗ് തെറാപ്പി ഉപയോഗിച്ച് ചികിത്സിക്കുന്നു. കൃത്യമായ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയിലൂടെ TB പൂർണ്ണമായും സുഖപ്പെടുത്താൻ സാധിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന TB രോഗത്തിനുള്ള ചികിത്സ. ഒളിഞ്ഞിരിക്കുന്ന TB അഥവാ ലാറ്റന്റ് TB ഒരു വ്യക്തിയെ രോഗിയാക്കില്ല, എങ്കിലും ഇത് സജീവമായ രോഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ചികിത്സ നേടാവുന്നതാണ്. ചിലരിൽ ബാക്ടീരിയ ശരീരത്തിൽ ഉണ്ടാകുമെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകില്ല. ഈ അവസ്ഥയിൽ മറ്റൊരാളിലേക്ക് ഇത് പകരുകയുമില്ല. ചികിത്സ വൈകുന്നത് മറ്റ് അവയവങ്ങളിലേക്ക് TB പടരാൻ കാരണമായേക്കാം. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ നടത്തുക. ചികിത്സയും പ്രതിരോധവും: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. മരുന്നുകൾ 6 മാസത്തേക്ക് കൃത്യമായ ഡോസുകളിൽ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് രോഗം ഭേദമാക്കാൻ സഹായിക്കുന്നു. ദേശീയ പരിപാടികൾ: ഇന്ത്യയിൽ ദേശീയ ക്ഷയരോഗ ഉന്മൂലനം അഥവാ നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം വഴി സൗജന്യ രോഗനിർണയവും മരുന്നുകളും നൽകുന്നു. പ്രതിരോധം: വാക്സിനേഷൻ, BCG വാക്സിൻ. രോഗമുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും പൊത്തുക. ആരോഗ്യകരമായ ജീവിതശൈലിയും പോഷക ആഹാരവും നിലനിർത്തുക. നിഗമനം: ക്ഷയരോഗം ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണെങ്കിലും നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെയും കൃത്യമായ ചികിത്സയിലൂടെയും ഇത് പൂർണ്ണമായും തടയാനും ഭേദമാക്കാനും സാധിക്കും. 2025ഓടെ ഇന്ത്യയിൽ നിന്ന് TB അഥവാ ട്യൂബർകുലോസിസ് ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. താങ്ക് യു. താങ്ക് യു മാം. നെക്സ്റ്റ് ഡെങ്കു ആണോ? ആരായിരുന്നു പറഞ്ഞത്? ഒരു മിനിറ്റ് ട്ടോ. ഓക്കെ ഇല്ല കേട്ടോ, അങ്ങോട്ട് ഇല്ലെന്ന്. ന്യൂമോണിയനെ കുറിച്ച് ആരാ പറയാൻ പറഞ്ഞിരിക്കണേ? ന്യൂമോണിയ. അഫ്സീന.
ഓക്കേടാ. മോനല്ലേ ന്യൂമോണിയനെ കുറിച്ച് പറയാൻ പറഞ്ഞിരിക്കണേ? ആ. ഓക്കേടാ, എടുത്തോട്ടെ. സ്റ്റാർട്ട് ചെയ്തോട്ടോ. Pneumonia. Pneumonia is the inflammation of lung parenchyma is caused by microorganism. It is a lower respiratory infection. Causes: malnutrition, smoking, aging, pollution, tracheostomy, upper respiratory tract infection, HIV infection, influenza virus. ഇതെല്ലാം ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ. Risk factors: prolonged hospitalization, prolonged bed rest and immobility, aspiration of fluid, recent surgery. Type of pneumonia: community acquired pneumonia, fungal pneumonia, opportunistic pneumonia, hospital acquired pneumonia, aspiration pneumonia. Community acquired pneumonia എന്ന് വെക്കുമ്പോൾ CAP is a lung infection that dragged in people who are not patients in a hospital or whose immune system is impaired. Hospital acquired pneumonia. Hospital acquired pneumonia is a lung infection that develops in people who have been hospitalized, typically after about 2 days as more of hospitalization. Fungal pneumonia. Fungal pneumonia is an infection of lung caused by fungi. Opportunistic pneumonia, when patient is highly susceptible to secondary infection. Aspiration pneumonia occurs from abnormal entry of secretion or substance into the lower airway. Classification of pneumonia: labor pneumonia, one or more lobes involved. Bronchopneumonia, when affect the branch in the lungs. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ലങ്സിനെയാണ്. കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും ലങ്സിനെയാണ് ഏറ്റവും കൂടുതൽ ന്യൂമോണിയ ബാധിക്കുന്നത്. ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങൾ, ചുമ എന്നിവയെല്ലാമാണ് ഇതിന്റെ തുടക്കമായിട്ട് വരുന്ന കാര്യങ്ങൾ. Red hepatization, presence of erythrocytes. Gray hepatization, lack of blood vessels in the tissue of the lungs. Sign and symptoms: headache, fever, shortness of breath, chest pain during breathing, coughing, fatigue and muscle pain, vomiting, diarrhea. ഇതെല്ലാമാണ് ഇതിന്റെ സിംറ്റംസ്. Diagnostic evaluation: history collection, physical examination, ABG, chest X-ray, sputum culture, blood culture, bronchoscopy. Management: O2 therapy, bronchodilator, analysis, analgesic, antihistamine. ഇതെല്ലാമാണ് ഇതിന്റെ മാനേജ്മെന്റ്. നമ്മൾ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാമാണ് ഇതെല്ലാം. എക്സ്റേ ചെയ്യണം, സ്പാറ്റം കൾച്ചർ ചെയ്യണം, ബ്ലഡ് കൾച്ചർ ചെയ്യണം. ഇതെല്ലാമാണ് നമുക്ക് ന്യൂമോണിയയെ കുറിച്ച് മനസ്സിലായത്. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ട് റുബെല്ല ആരാണ്? രേഷ്മ കേട്ടോ. ആള് ma'am. ഓക്കേടാ. Good morning, friends. Good morning, ma'am. Today I'm going to take a topic, rubella. What is rubella? Rubella means a highly contagious viral infection transmitted through coughing and sneezing. അതായത് ഇതൊരു കണ്ടീജിയസ് വൈറൽ ഇൻഫെക്ഷൻ ആണ്, കണ്ടീജിയസ് ഡിസീസസ് ആണ്. ഇത് പകരുന്നത് കോണ്ടാക്റ്റിലൂടെയാണ്. കോണ്ടാക്റ്റിലൂടെ എന്ന് പറഞ്ഞാൽ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോഴാണ് ഈ അസുഖം പകരുന്നത്. ഇതിന്റെ വേറെ പേരുകൾ, റുബേലയുടെ വേറെ പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-day മീസൽസ് അല്ലെങ്കിൽ ജർമ്മൻ മീസൽസ് എന്നും പറയും. 3-day മീസൽസ് അല്ലെങ്കിൽ ജർമ്മൻ മീസൽസ് എന്നും പറയാം. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ മൈൽഡ് ഫീവർ,
അതുപോലെ സോർ ത്രോട്ട്, റാഷ്, അതായത് നമ്മുടെ 5-ാം പനിയൊക്കെ ഇല്ലേ, ഈ ചുവന്ന പാടുകൾ മൂത്തിൽ നിന്നും വേറെ ശരീരഭാഗത്തിലേക്കെല്ലാം ഇത് പകരുന്നു. ഇതാണ് റുബേല എന്ന് പറയുന്നത്. അതിൽ ചെറിയ ഫീവർ ഉണ്ടാവും, ചൊറിച്ചിൽ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ പറയുന്നത് ഇത് കൂടുതൽ, അതായത് ഇത് കുട്ടികൾക്ക് ശരിക്കും ഇത് മൈൽഡ് ഫീവർ ആയിട്ട് വരുള്ളൂ. ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് ഗർഭകാലത്ത്, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻസിനാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇത് എന്ന് പറയുമ്പോൾ എങ്ങനെ ബാധിക്കുന്നു പറയാം, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ്. അതായത് സീരിയസ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് പ്രഗ്നന്റ് വിമനിലാണ്. ഇത് ചിലപ്പോ കുട്ടികൾ ഇല്ലാതാവാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ആയിട്ട് ജനിക്കാം, അങ്ങനെയും ഉണ്ടാവാം. ഇത് തടയാനായിട്ട് ഇവർ പ്രഗ്നന്റ് ആവുന്നതിന്റെ 3 മാസം മുമ്പ് ഈ വാക്സിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് കൊടുക്കേണ്ട വാക്സിൻ ആണ് MMR വാക്സിൻ. ഇത് കൊടുക്കാതെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് ഈ ഒരു റുബേല ബാധിച്ചാൽ ചിലപ്പോൾ ഡെത്ത് അതായത് അൺബോൺ ബേബീസിന് ഡെത്ത് പോലും സംഭവിക്കാൻ ചാൻസുകൾ ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിന്റെ കണ്ടീജിയസ് പീരീഡ് എന്ന് പറയുന്നത് ഈ റാഷസ് വന്നിട്ട് 1 ആഴ്ചയും അതുപോലെ ഈ റാഷസ് മാഞ്ഞതിന് ശേഷം 1 ആഴ്ചയുമാണ് ഇതിന്റെ കണ്ടീജിയസ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് 14 ദിവസം മുതൽ 21 ദിവസം വരെയാണ്. ഇതിന് പ്രിവെൻഷൻ എങ്ങനെയാണ് ഇത് പ്രിവെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ MMR വാക്സിൻ ആണ്. ഇത് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നന്റ് വിമനിലാണ് കാണുന്നത്. അതുകൊണ്ട് 3 മാസം മുമ്പ് തന്നെ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിന്റെ റിസ്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ചായിട്ട് ഒരു മെഡിസിനോ അങ്ങനെയൊന്നുമില്ല. ഇതിന് ആവശ്യമായിട്ട് റെസ്റ്റും ഫ്ലൂയിഡ്സ് ആണ് ഇതിന് ആവശ്യം. അപ്പൊ റുബേല മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാം. റുബേല എന്ന് പറയുന്നത് ഒരു കണ്ടീജിയസ് ഡിസീസസ് ആണ്. ഇതിന് 2 പേര് നമ്മൾ അറിയപ്പെടുന്നു. 3-day മീസൽസ് എന്നും ജർമ്മൻ മീസൽസ് എന്നും അറിയപ്പെടുന്നു. ഇത് ചിൽഡ്രനിലേക്ക് ഒരു മൈൽഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ അൺബോൺ ബേബീസിലാണ് കൂടുതലായിട്ടും ഡേഞ്ചർ ഉള്ളത്. ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. ഇത് പ്രഗ്നന്റ് വിമനിൽ ബാധിച്ചാൽ എന്ത് പറഞ്ഞു, അൺബോൺ ബേബീസിന് ഭയങ്കര റിസ്ക് ആണ്. അതായത് മിസ്കാരേജ് ആണ്, അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ഡിഫക്ട്സ് ഉണ്ടാവും. അപ്പൊ ഇത് തടയാനായിട്ട് നമ്മള് ഈ റുബേല ബാധിച്ചവരെ ഐസൊലേറ്റ് ചെയ്യുക, അവരെ നല്ല ഗുഡ് ഹൈജീൻ ആക്കി വെക്കുക, അതുപോലെ തന്നെ അവരുടെ കാലുകളെല്ലാം ഫ്രീക്വന്റ് ആയിട്ട് വാഷ് ചെയ്ത് അവരെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിൽ മാറ്റി വയ്ക്കുക. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടിയിട്ട് ബാധിക്കാതിരിക്കാനായിട്ട്. ഇതാണ് റുബേല എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിന്? ഇത്രേ ഉള്ളൂ മാം. താങ്ക് യു. ഓക്കേടാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. നമുക്ക് ലാസ്റ്റ് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വെക്കാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ കൂടുതൽ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് വ്യക്തിനെ കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് ആ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വെക്കാം കേട്ടോ, എല്ലാവരും സെമിനാർ എടുത്തതിന് ശേഷം. ഓക്കെ. രഞ്ജിനി, മറ്റു ടോപ്പിക് ഏതായിരുന്നു? രഞ്ജിനി, അനിൽകുമാർ ആയിരുന്നോ? അനിൽകുമാർ അല്ല, അല്ല, രാജേന്ദ്രൻ. ഓക്കെ. 2 പേരോട് ഡൗട്ടാടാ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഏതാ ടോപ്പിക്? എന്റെ എലിപ്പനിയാണ്. ഓക്കെ, പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഇന്ന് ഞാൻ പറയുന്നില്ല മിസ്, ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇനി കൊച്ചുങ്ങളുള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പറയാനേ, ഡിസ്റ്റർബാണ്. അവർക്ക് സുഖമില്ലാത്തോണ്ട് പോയിട്ടില്ല. അടുത്ത ആഴ്ച ഞാൻ ഓക്കെ, കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് സെമിനാർ എടുത്താൽ മതി, കുഴപ്പമില്ല കേട്ടോ. ആ, സൽമ, നെക്സ്റ്റ് ആരായിരുന്നു? മിന്നു മോള്. മിന്നു യെസ് മാം. പ്രിപ്പയർഡ് ആണോടാ? അല്ല, ചിക്കൻ ബോക്സ് ആണ് ഞാൻ പറഞ്ഞേ. ചിക്കൻ ബോക്സ് എടുക്കട്ടെ. Good morning, Miss, and good morning, friends. I am here to take the topic is chicken pox. Chicken pox is a highly contagious viral infection. It's spread from one person to another, caused by the virus Varicella zoster. It's spread through coughing, sneezing, and touching. Vaccination എന്ന് പറയുന്നത് വാരിസെല്ല വാക്സിൻ തന്നെയാണ്. ഇറ്റ് ഈസ് ടിപ്പിക്കലി ലാസ്റ്റ് അബൌട്ട് 4 to 7 days ആണ്. ഇതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് റെഡ് സ്പോട്ട്സ് ആൻഡ് റെഡ് റാഷസ് ആർ അപ്പിയർ ഓൺ ഫേസ്, ചെസ്റ്റ് ആൻഡ് ബാക്ക്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺ ഇൻ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 6.
ദോ ഇറ്റ് ക്യാൻ ഓക്കർ അറ്റ് എനി ഏജ്. കൂടുതലും കാണപ്പെടുന്ന കുട്ടികളിലാണ്, എന്നാലും ഇതിനങ്ങനെ പ്രായപരിധി ഇല്ല, ആർക്ക് വേണേലും ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. പിന്നെ സ്പോട്സ് ഡെവലപ്പ് ടു ഇച്ചി ആൻഡ് ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലിസ്റ്റേഴ്സ് ആണ്. കൂടുതൽ നമുക്ക് ഈ സിംറ്റംസ് കാണിക്കുന്നത് ഈ വരുന്ന ഈ കുമിളകളായിട്ട് വരുന്ന ഈ കുരുക്കള്, നല്ല ചൊറിച്ചിലുണ്ടാവും, അങ്ങനത്തെ കുറെ സ്പോട്സ് ആണ് കാണപ്പെടുന്നത്. ഇതിന്റെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് മൈൽഡ് ഫീവർ ആണ്, ഫാറ്റിക് ആണ്, ഹെഡ് ഏക്ക്, ഇച്ചി ആണ്, പിന്നെ ഭയങ്കര ടയേർഡ് ആയിരിക്കും എപ്പോഴും, ഇറിറ്റബിലിറ്റി ആണ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് അസ്വസ്ഥമാകുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ സിവിയർ കേസസ് എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, സിവിയർ ഹെഡ് ഏക്ക്, ഹൈ ഫീവർ, വെരി പെയിൻഫുൾ സ്വെല്ലിംഗ്, യെല്ലോപ്പസ്, ഇതൊക്കെയാണ് സിവിയർ ആയിട്ടുള്ള കേസസ്. ഇതെങ്ങനെയാ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കീപ് ഇൻഡിവിജ്വൽസ് വിത്ത് ചിക്കൻ ബോക്സ് എവേ ഫ്രം ബേബീസ്, പ്രഗ്നന്റ് വിമൻ, പീപ്പിൾ വിത്ത് വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഡ്യൂറിങ് ദിസ് കണ്ടേജിയസ് പീരീഡ്. ഈ അസുഖം വന്നിട്ടുള്ള ആളുകൾ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ പ്രഗ്നന്റ് വിമൻ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവാണ്ടോ, അല്ലെങ്കിൽ പീപ്പിൾ വിത്ത് വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം കുറവുള്ള ആളുകളുടെ അടുത്തൊക്കെ പോവാതെ അവരെ മാറ്റി നിർത്തേണ്ട ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് വേണ്ടത്. പ്രതിവിധികൾ എന്ന് പറയുന്നത്, റെമഡീസ് എന്ന് പറയുന്നത് അപ്ലൈങ് കലാമിൻ ലോഷൻ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, വെയർ ലൂസ് ക്ലോത്തിങ്, ടേക്കിംഗ് കൂൾ ഓർ വാം വാട്ടർ, ഇതൊക്കെയാണ് റെമഡീസ് എന്ന് പറയുന്നത്. പിന്നെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു റെമഡിയാണ് നീം ലീവ്സ്, ആര്യവേപ്പിന്റെ ഇല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ചിക്കൻ ബോക്സ്. ബോയിൽ നീം ലീവ്സ് ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് യൂസ് വാട്ടർ ടു ബാത്ത്. തിളപ്പിച്ച വെള്ളത്തിൽ ആര്യവേപ്പില ഇട്ടിട്ട് അതിട്ട് കുളിക്കാറൊക്കെ ഉണ്ട് നാട്ടിൻപുറങ്ങളിൽ. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു റിലീവ് ഇച്ചിങ് ആൻഡ് കൂൾ ഡൗൺ ദ ബോഡി. നമുക്ക് ചൊറിച്ചിലൊക്കെ മാറാനും ശരീരം ഒന്ന് തണുക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ ആര്യവേപ്പിന്റെ ഇല യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ മിസ്. താങ്ക് യു. ഓക്കേടാ, നമുക്ക് റോഷ്മിയുടെ ആക്ടിവിറ്റി ഒന്ന് കണ്ടേക്കാം കേട്ടോ. നാളെ ഹോസ്പിറ്റലിൽ പോവാണ്, അപ്പൊ പ്രസന്റ് ചെയ്തു, വീഡിയോ ഓൺ ചെയ്തോട്ടാടാ. ഓക്കെ മാം. റോസ്മേരി ആണല്ലേ, സോറിടാ. റോസ്മേരിയാണ്. ഓക്കേടാ, വലിയ അക്ഷരങ്ങളാണല്ലേ. നന്നായിട്ടുണ്ട് കേട്ടോ, കാരണം കുട്ടികളുടെ ഫിംഗർ നല്ല രീതിയിൽ അതിൽ കൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സലീന അനീമിയ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അനീമിയ എന്ന അസുഖത്തെ കുറിച്ചിട്ടാണ്. അനീമിയ എന്നാൽ വിളർച്ച. വിളർച്ച വരുന്നത് കുട്ടികളിൽ മാത്രമല്ല, വലിയവരിലും വിളർച്ച വരും. അനീമിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടീഷൻ വേർ ദ ബോഡി ലാക്സ് ഇനഫ് റെഡ് ബ്ലഡ് സെൽസ് ഓർ ഹീമോഗ്ലോബിൻ ടു ക്യാരി ഓക്സിജൻ ഇഫക്റ്റീവ്ലി, ഓഫൻ കോസ്ഡ് ബൈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ലൈക്ക് അയൺ or vitamin B12, genetic conditions, infections or other chronic diseases. എന്ന് വെച്ചാൽ അനീമിയ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് രക്തക്കുറവ് എന്ന് പറയും. രക്തക്കുറവ് മൂലം വരുന്നതാണ് അനീമിയ എന്ന് പറയുന്നത്. അതായത് അയേണിന്റെയും വൈറ്റമിൻ B12 ഒക്കെ എന്താ പറയാ ലഭ്യതക്കുറവ്. അതുകൊണ്ടാണ് ഈ അനീമിയ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ടാകും. അതായത് ഗർഭസ്ഥ വുമൻസിന്, പ്രഗ്നന്റ് വുമൻസിൽ നിന്ന് ആ സമയത്ത് നമുക്ക് അയൺസ് ഒക്കെ വളരെ കുറവായിരിക്കും. ആ സമയത്ത് ഫോളിക് ആസിഡ് അതിനുള്ള സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ വിളർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചില കുട്ടികളിൽ വിളർച്ച കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ വിളർച്ച കണ്ടുവരുന്നുണ്ട്. ഇനി ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫാറ്റിക്, പെയിൽനെസ്, ഇറിറ്റബിലിറ്റി, ഹെഡ് ഏക്സ് ആൻഡ് ഡിസിനെസ് ഒക്കെയാണ്. നമുക്കറിയാം, വിളർച്ചയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ അവരുടെ ബോഡി വളരെ വിളറിയിരിക്കും. അങ്ങനെ രക്തമില്ലാണ്ട് നമ്മൾ കണ്ണുകളാണ് സാധാരണ രീതിയിൽ ഡോക്ടർമാർ പിടിച്ചു നോക്കുക. ആദ്യം തന്നെ കണ്ണിങ്ങനെ തുറന്നു നോക്കും. കാരണം രക്തക്കുറവുണ്ടോ എന്ന് ഫസ്റ്റ് നമുക്ക് അവര് കണ്ടുപിടിക്കുന്നത് കണ്ണിലൂടെയാണ്. അപ്പൊ വിളറിയ ഒരു മുഖവും വിളറിയ സ്കിന്നും കണ്ണിന്റെ അടിയിലൊക്കെ വളരെയധികം എന്താ പറയാ ക്ഷീണിച്ച ഒരു അവസ്ഥയായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്.
പിന്നെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നതാണ് ഇതിന് ഏറ്റവും റെമഡി ആയിട്ട് വരുന്നത്. അതായത് വൈറ്റമിൻസും പിന്നെ മിനറൽ സപ്ലിമെന്റ്സും ഒക്കെ നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്കാണ് ഇത് എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ ഡയറ്റിൽ വളരെയധികം അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സും വൈറ്റമിൻ B12 അടങ്ങിയ ഫുഡ്സ് ഒക്കെ കൊടുക്കണം. അതായത് ബീഫ്, ചിക്കൻ, എഗ്ഗ്, മിൽക്ക് അങ്ങനെയുള്ള ഡയറി പ്രോഡക്ട്സുകൾ എല്ലാം നമ്മൾ കുട്ടികളുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ വിളർച്ച തടയാൻ പറ്റും. പരിധി എന്നല്ല, നന്നായിട്ട് തന്നെ വിളർച്ച മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഇതൊരു ടെമ്പററി ഇഷ്യൂ ആണ്, മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിസീസാണ് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇത് കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ വിരളമാണ്, എങ്കിൽ കൂടിയും ട്രൈബൽ ഏരിയാസിലൊക്കെ ഒത്തിരി കണ്ടുവരുന്നുണ്ടെന്നാണ് നമ്മുടെ കണക്കുകൾ പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഈ വിളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് അനീമിയ മുക്ത് ഭാരത് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. അതിലൂടെ വിവ കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഈ ട്രൈബൽ ഏരിയാസിലൊക്കെ അവിടെയുള്ള പ്രഗ്നന്റ് വിമൻസിന് നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങളും ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഫോളിക് ആസിഡും അങ്ങനെയുള്ളതൊന്നും തന്നെ കിട്ടാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇത്തരം ഒരു പദ്ധതി ഇറക്കിയിട്ടുണ്ട്. നമുക്കായാലും അറിയാം, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഫോളിക് ആസിഡ് ഒരുപാട് മെഡിസിൻസ് തരുന്ന കൂട്ടത്തിൽ ഫോളിക് ആസിഡ് നമുക്ക് നിർബന്ധമാണ് കഴിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇതൊരു പകരുന്ന രോഗമൊന്നുമല്ല, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. കൂടുതലായിട്ടും നമ്മൾ കുട്ടികൾക്ക് വിളർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ, അമ്മമാർ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകൾ കഴിക്കുക എന്നതാണ്. ഇനി കുട്ടികളിൽ അത് വിളർച്ച കണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അയൺ റിച്ചും അതുപോലെ രക്തം കൂടാനുള്ള ഫ്രൂട്ട്സുകളും ഫുഡും എല്ലാം കൊടുക്കുക എന്നതാണ് അനീമിയ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മാം. താങ്ക് യു. അഞ്ജന, ഇല്ലാലോ? നോക്കട്ടെ കേട്ടോ. ഗീത, ഗാലിക്സ് അല്ല, എന്താ പേര്? ഗ്ലാഡിസ്. ഗ്ലാഡിസ്. ഓക്കേടാ. മോൻ ADHD അല്ലേ? അതെ, ADHD ആണ് മാം സബ്ജക്ട്. ADHD ട്ടാ. പിൻ ചെയ്തിട്ടുണ്ട്. ചെയ്തോടാ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന സബ്ജക്ട് ADHD ആണ്. ADHD എന്താണെന്ന് എല്ലാവർക്കും അറിയാവോ? എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. കാരണം എല്ലാവരിലും എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല, ഇതൊരു അസുഖവുമല്ല, ഇതൊരു ഡിസോർഡർ ആണ്. ADHD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേര് ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ഇതൊരു ന്യൂറോ സംബന്ധമായിട്ടുള്ള ഡിസോർഡർ ആണ്. അത് ഉള്ളത് മൂലം കുഞ്ഞുങ്ങളില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും പിന്നെ അവർക്ക് സ്വയം നിയന്ത്രിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും. ഇതൊരു ന്യൂറോ സംബന്ധമായ വളർച്ചാ വൈകല്യം ആയതുകൊണ്ട് തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, പിന്നെ ഇമ്പൾസീവ് ആയിരിക്കും, അവർക്ക് ആവേശം കൂടുതലായിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, പിന്നെ എപ്പോഴും അവരിങ്ങനെ ചാടി ചാടി ചാടിയേ നിൽക്കത്തുള്ളൂ കുഞ്ഞുങ്ങള്. ഭയങ്കര എനർജി ആയിരിക്കും. സാധാരണ കുഞ്ഞുങ്ങളിൽ കാണുന്നതിലേറെ ഒരു എക്സ്ട്രാ എനർജി അവർക്കുണ്ടായിരിക്കും. ADHD എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല കേട്ടോ. എന്റെ മകൻ ADHD ആണ്. ഞാനത് പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്ട് തന്നെ എടുത്തത് കേട്ടോ. ADHD വലിയ ആൾക്കാരിലും ഉണ്ടാകും. നമ്മുടെയൊക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പിലും ADHD ഉള്ളവരുണ്ട്. അപ്പം ഇത് ജനറ്റിക് ആയിട്ട് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ADHD ഉള്ള ഫാദർ അല്ലെങ്കിൽ മദറിന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള സാധ്യതയും കുഞ്ഞുങ്ങൾക്ക് ADHD ഉണ്ട്, വരാനുള്ള സാധ്യതയുണ്ട്. ADHDക്ക് അതൊരു റീസൺ ആണ്. പിന്നെ ADHD എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല. ADHD എന്ന് പറയുന്നത്
ഇപ്പം അറ്റൻഷൻ ഇല്ലാതിരിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ എപ്പോഴെപ്പോഴും ചാടി ചാടി നിൽക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇപ്പം ഒട്ടും അറ്റൻഷൻ കൊടുക്കാൻ പറ്റാതെ എപ്പോഴും ഇങ്ങനെ ലോകത്തിരിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ, ചില കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്കും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ചുമ്മാ ലക്ഷ്യമായിട്ട് സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറയും അല്ലെ. ഇവൻ എന്തിനാ ക്ലാസ്സിൽ വന്നേക്കുന്നത്, ടീച്ചേഴ്സ് വരെ ചോദിക്കും എന്തിനാ ഇവൻ ക്ലാസ്സിൽ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന്. അപ്പം ആ കുട്ടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ADHD ആണ്. അവരുടെ സ്വന്തമായിട്ടൊരു ലോകത്താണ് അവരുണ്ടാവുന്നത്. ഇതൊരു മടിയോ കാര്യങ്ങളോ കൊണ്ടല്ല, അവരുടെ ഒരു ന്യൂറോളജിക്കൽ ഇഷ്യൂ വരുന്നത് കൊണ്ട്, അവരുടെ ആ ഒരു ബ്രെയിൻ അനാട്ടമിയിൽ വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസം കൊണ്ട് വന്നിരിക്കുന്ന ഒരു ഡിസോർഡർ ആണ് ഇത്. 3 തരത്തിലാണ് ADHD ഉള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ADD എന്ന് പറയും. അത് ഇൻഅറ്റൻഷൻ ആണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. അതില് മെയിൻ ആയിട്ട് വരുന്നത് ട്രബിൾ ആണ്. അതായത് അവർക്ക് ഫോക്കസ് ചെയ്യാനോ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാനോ ഇപ്പം ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പൾസിവിറ്റി ആണ്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. അത് ADHD HI എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയാണ്. അതിൽ വരുന്നത് റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും, അവർക്ക് ഭയങ്കര എല്ലാത്തിനും ഭയങ്കര എക്സൈറ്റ്മെന്റും ആവേശവും ഭയങ്കര എനർജി ആയിരിക്കും. ഇവര് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവര് ഒരു കാര്യവും ചിന്തിച്ചിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കില്ല. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈൻഡ് ആണ്. ഈ ആദ്യം പറഞ്ഞ 2 ഇതും കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഇൻഅറ്റൻഷൻ ആൻഡ് ഇമ്പൾസിവിറ്റി, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് മൂന്നാമത്തെ തലം എന്ന് പറയുന്നത്. ADHD C എന്ന് പറയും. അതില് ഇത് എല്ലാം വരും. ഇൻഅറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന കാര്യമാണ് ഇത്, ഈ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഈ ADHD വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജനിതകപരമായിട്ട് വരാം പ്രധാനമായിട്ടും. പിന്നെ അത് കൂടാതെ ഇപ്പം കുഞ്ഞ് ജനിച്ചതിന് ശേഷം ചിലപ്പം കുഞ്ഞുങ്ങൾ കട്ടിലിൽ നിന്നൊക്കെ മറിഞ്ഞു വീഴും അല്ലെ. അപ്പം കട്ടിലിൽ നിന്ന് വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ തലയടിച്ച് എവിടെയെങ്കിലും വീഴുമ്പോൾ തലച്ചോറിന് ഏൽക്കുന്ന പരിക്ക്, മസ്തിഷ്കത്തിന് ഏൽക്കുന്ന പരിക്ക് മൂലം ഉണ്ടാവാം. പിന്നെ സമയം തെറ്റിയുള്ള പ്രസവത്തിൽ നിന്നുണ്ടാകാം. അതായത് ആ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിനുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉണ്ടാകാം. പിന്നെ പ്രഗ്നൻസി ടൈമിൽ അമ്മയ്ക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ കൊണ്ട്, അതായത് സ്ട്രെസ് ടെൻഷനൊക്കെ കൂടുതലാണ് ഫുൾ പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ADHD കുഞ്ഞിന് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബർത്ത് വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ADHD വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ അമ്മ ലിക്കറോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഈ ADHD എന്ന് പറയുന്ന കാര്യം കുഞ്ഞിന് വരാനുള്ള സാധ്യതയുണ്ട്. ADHD ഉള്ള കുട്ടികളെ സാധാരണ സ്കൂളുകളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒന്ന് ഒഴിവാക്കി നിർത്തേണ്ട ഒരു കാര്യമല്ല ADHD എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ ADHD കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുന്നത്? കുഞ്ഞിന് ADHD ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു 3 വയസ്സിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിങ്ങനെ പ്രായത്തിൽ അധികമായിട്ടുള്ള ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യവും പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുകയേ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 3 വയസ്സിന് മുമ്പ് തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ADHDയുടെ ഒരു തുടക്കം. അതുപോലെ തന്നെ ADHD ഉള്ള കുട്ടികള് കൂടുതലും അവരുടെ കാലുറപ്പിച്ച് ചവിട്ടി നടക്കില്ല. അവർക്ക് എല്ലാത്തിനും വേഗത കൂടുതലായിരിക്കും. നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പം നമുക്ക് മനസ്സിലാകും അവരുടെ വിരല് മാത്രം കുത്തിയായിരിക്കും കൂടുതലും നടക്കുക, ഓടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ADHD നമ്മൾ പിന്നെ ക്ലാസ്സിലൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ADHD ഉണ്ടെന്ന്? കുട്ടികൾ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുക, നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻസ് ഫോളോ ചെയ്യാതിരിക്കുക, അവരുടെ ഇമോഷൻസിനെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ എടുത്തു ചാടി എല്ലാത്തിനും ഉത്തരം പറയുക, ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാതിരിക്കുക, പറയുന്ന കാര്യം ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, കൊടുക്കുന്ന ടാസ്കുകൾ ഒന്നും പൂർത്തിയാക്കാതിരിക്കുക, ടൈം മാനേജ്മെന്റ് ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ADHDക്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്ന
കാര്യങ്ങൾ ADHD ഉണ്ടെന്ന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ADHD ആണെന്നല്ല. കുട്ടികൾക്ക് കുസൃതി ഉണ്ടായിരിക്കും. പക്ഷെ ഇത് എല്ലാം കൂടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഞാൻ 3 പാർട്ടായിട്ട് പറഞ്ഞിരുന്നല്ലോ. അതില് ഏതെങ്കിലും ഒരു ഇതില് കൃത്യമായിട്ടുള്ള ഇത് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഗവൺമെന്റിന്റെ കീഴിലും ഉണ്ട്, അല്ലാതെയും ഉണ്ട്. നമുക്ക് ബിഹേവിയറൽ കൗൺസിലിംഗ്, കൗൺസിലേഴ്സ് നമ്മുടെ പഞ്ചായത്തിലും ഇതിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അംഗൻവാടികൾ വഴിയൊക്കെ നമുക്ക് സപ്പോർട്ടിനും എല്ലാം ആൾക്കാരുണ്ട്. ഈ ADHD ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? നമുക്ക് പാരന്റ്സിനെ ആദ്യം നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും, ടീച്ചേഴ്സ് എന്ന നിലയിൽ. അവരോട് പ്രത്യേകം നമുക്ക് പറയാവുന്ന കാര്യമാണ് ഡയറ്റ്. അവർക്ക് കൃത്യമായിട്ട് ഒരു ഡയറ്റ് ഉണ്ടായിരിക്കും ADHD ഉള്ള കുട്ടികൾക്ക്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ ADHD ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഷുഗർ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ എനർജി ഗീവിംഗ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ പാടെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. കൂടുതലും ആവിയിൽ വേവിച്ചതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലാണ് കുഞ്ഞുങ്ങൾക്ക് അവരുടെ എങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് പെരുമാറേണ്ടത്, ഇടപഴകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ നെഗറ്റീവ്സിൽ നിന്ന് അവരെ പോസിറ്റീവിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കൂടാതെ ചില കുഞ്ഞുങ്ങൾക്ക്, ചിലപ്പോൾ വളരെയേറെ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് മെഡിക്കേഷൻസിന്റെ ആവശ്യം വരും അവരുടെ സിംറ്റംസ് കുറയ്ക്കാനായിട്ട്. അപ്പം അതുപോലെ തന്നെ ക്ലാസ്സിൽ അവർക്ക് ഓരോ ബ്രേക്സ് കൊടുക്കുക. ക്ലാസ് ടൈമിൽ ആണെന്നുണ്ടെങ്കിലും ഇന്ന ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ആക്ടിവിറ്റി നാളെ കൃത്യമായിട്ട് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മോനൊരു റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടും എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്യാനും താല്പര്യം ഉണ്ടാകും. കുറേയേറെ അവര് പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ADHD കുറിച്ച് പറയാനുള്ളത്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, എനിക്ക് മോനോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ ഏത് ഏജിലാണ് അവന് മനസ്സിലായത് ADHD ഉണ്ടെന്നുള്ള കാര്യം? എനിക്ക് അവന് 4 വയസ്സുള്ളപ്പോഴാണ് മാം എനിക്ക് മനസ്സിലാകുന്നത് ADHD ഉണ്ടെന്ന്. കാരണം അവന് ആദ്യമേ മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ കാല് കുത്താതെ എന്തുകൊണ്ടാണ് കുഞ്ഞ് നടക്കുന്നതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാല് കുത്താതെ നടക്കുന്നു, ഫുൾ പാദവും തറയിൽ ഇങ്ങനെ ഉറക്കാതെ നടക്കുന്നു. അതായത് ഉപ്പത്തി കുത്തുന്നേ ഇല്ല. ആ വിരലിനോട് ചേർന്നുള്ള ആ ഒരു പോർഷൻ മാത്രം ചവിട്ടി കുത്തിയാണ് കുഞ്ഞ് നടക്കുന്നത്. നടക്കുമ്പോഴാണോ ഓടുമ്പോഴായിരുന്നത്? നടക്കുമ്പോഴും അതെ, ഓടുമ്പോഴും അതെ. കൂടുതൽ അത് ആള് എല്ലാം സ്പീഡിലാ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ 4 വയസ്സായപ്പോഴത്തേനും ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞു, എല്ലാവരോടും സംസാരിച്ചു. അപ്പം ആരും അംഗീകരിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ആർക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ കുഞ്ഞിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളത് പരിഹരിക്കാനല്ലേ ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടത്. അപ്പൊ അത് ആദ്യം അംഗീകരിക്കാനാണ് പാരന്റ്സിന് ബുദ്ധിമുട്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പാരന്റ്സ് ആരും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. എന്റെ കുഞ്ഞിന് അതിപ്പോ എന്നോട് ഇവിടെ തന്നെ പറഞ്ഞവരുണ്ട്, അവന് ഭ്രാന്താണെന്നാണോ നീ പറയുന്നേ? അപ്പം അത് അങ്ങനെ ഒരു ഇതിലാണ്, അതൊരു ഡിസോർഡർ ആയിട്ടല്ല, അവർ വേറെ എന്തോ ഒരു മെന്റൽ കണ്ടീഷൻ ആയിട്ടാണ് അവരത് എടുക്കുന്നത്. ഓക്കേടാ. അവന് ഇപ്പൊ ഓക്കെ ഓക്കെ ഇപ്പൊ എങ്ങനെയുള്ള സ്കൂളുകളാണ് വിടുന്നത്? അവനെ സാധാ ഒരു CBSE സ്കൂളിലാണ് വിടുന്നത്. ഇപ്പൊ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനെ കഴിഞ്ഞ വർഷം പകുതിക്ക് വെച്ച് 3ാം ക്ലാസ്സിൽ പകുതിക്ക് വെച്ച് അവനെ സ്കൂൾ ചേഞ്ച് ചെയ്തു. അവൻ ICC സിലബസിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നല്ല IQ ആണ് ആൾക്ക്. ആള് ക്ലാസ് ടോപ്പർ ആയിരുന്നു. അപ്പം അവിടെ ഭയങ്കര ലേബലിംഗ് ആയപ്പോഴത്തേക്കും ഞങ്ങള് ഇങ്ങനെ കൗൺസിലിംഗ് സെഷന് പോവാൻ നേരത്ത് അവിടെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, കുഞ്ഞിന് ഭയങ്കരമായിട്ട് മെന്റൽ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് സ്കൂൾ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കൂൾ ചേഞ്ച് ചെയ്തത്. ഇപ്പം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് കുഞ്ഞ് പോയേക്കുന്നത്. എല്ലാ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആണ്. എല്ലാ കാര്യത്തിലും എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അവര് സ്കൂളിലത്തെ പ്രശ്നങ്ങളെല്ലാം അവർ സ്കൂളിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് നമ്മളെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മളെ അറിയിച്ചാണ് അവര് മുമ്പോട്ട് പോകുന്നത്. കുഞ്ഞിനാണെങ്കിലും അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പോയിട്ട് വരുന്നത്. അവർക്ക് പ്രത്യേക കഴിവുണ്ടാവും. അവന്റെ എന്താണ് അവന്റെ എബിലിറ്റി കണ്ടെത്തിയിട്ട് അതിനെ കുറച്ചുകൂടി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അതെ മാം, ചെസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവന് നല്ല ഐക്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനോട് താല്പര്യങ്ങൾ കൂടിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം കേട്ടാ. അതെ, അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരേ സമയം എല്ലാം ചെയ്യണം എന്നാണ്.
ഒരേ സമയം അവൻ എല്ലാം ചെയ്യണം. ഇപ്പൊ ഡ്രോയിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ്ങിന്റെ ഒപ്പം കളിക്കാനും പോണം. പടവും വരയ്ക്കണം, അതിന്റെ ഒപ്പം ആൾക്ക് കളിക്കുകയും വേണം. ഇപ്പം ക്യാരംസ് ഉണ്ടെങ്കിൽ ക്യാരംസ് കളിക്കണം, കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വരയ്ക്കും, വരച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കളിക്കും, അതിന്റെ ഇടയിൽ കൂടെ ഹോംവർക്ക് ചെയ്യും. ഇതെല്ലാം കൂടെ മൾട്ടി ടാസ്കിങ് പോലെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാൻ പറയുമ്പം അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാന്ന് പറഞ്ഞ ആള് സമ്മതിക്കില്ല. മൾട്ടി ടാസ്കിങ് നല്ല കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റണമെന്നില്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറച്ച് പരിധി വരെ മൾട്ടി ടാസ്കിങ് ഇഷ്ടമുള്ളവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ട് മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള പേഴ്സൺ. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് അറ്റ് എ ടൈം ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോ അവര് സപ്പോർട്ട് ചെയ്യാട്ടാ. ഓക്കെ മാം, തീർച്ചയായിട്ടും. മിസ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ആരേവതി ചോദിച്ചോളാം. ഗ്ലാഡിസിനോട്? അത് മറ്റേ ന്യൂറോയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞില്ല, അപ്പൊ നമ്മളിങ്ങനെ കാല് കുത്താത്ത പോലെ നടക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ന്യൂറോയുടെ പ്രോബ്ലം എന്ന് പറയുമ്പോ അത് നമ്മളാ കാലിന്റെ പ്രശ്നം, തലച്ചോറിലുള്ള അങ്ങനെ ന്യൂറോയുടെ പ്രശ്നമായിരിക്കുമോ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിലായില്ല. അതെ, കാല് കുത്താത്ത ഫുള്ള് പുറ്റി കുത്താതെ നടക്കണമെന്ന് പറഞ്ഞില്ല, അതെ. അത് ന്യൂറോയുടെ പ്രശ്നമാണ് ഈ രോഗം എന്നാണല്ലോ പറഞ്ഞത്. രോഗം എന്നല്ല ഞാൻ കേൾക്കില്ല. അപ്പൊ നമ്മളെ ന്യൂറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയുമ സംബന്ധിച്ചുള്ളത് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പ്രശ്നമാണെന്നാണ് ചോദിച്ചത് ഞാൻ. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നമ്മളുടെ ബ്രെയിൻ, നമ്മൾ എപ്പോഴാണ് നടന്നു തുടങ്ങുന്നത്? നമ്മുടെ ബ്രെയിൻ ഏകദേശം ഡെവലപ്പ് ആയതിനു ശേഷമായിരിക്കും നമുക്ക് ടോപ്പിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഹെഡ് ടു ഫൂട്ട് റീജിയനിലാണ് എന്ത് വരുന്നത്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് അല്ലെ? ഹെഡ് ടു ഫുട്ട് റീജിയനിലാണ് ഒരു കുട്ടീനെ സംബന്ധിച്ച് ഫസ്റ്റ് ആ ഡെവലപ്മെന്റ് ഉണ്ട്. ആദ്യം ഹെഡ് റീജിയൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഫുട്ടിലേക്ക് വരുന്നത്. സാധാരണ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റ് ജീവികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ആട്ടിൻകുട്ടിയാണ് വിചാരിക്കുക. അവൻ ജനിച്ച് ഉടനെ തന്നെ എഴുന്നേറ്റ് നിൽക്കും ഇല്ലേ? എഴുന്നേറ്റ് നിൽക്കും. പക്ഷേ നമ്മൾ ഹ്യൂമൻ ബീങ്സ്, കുഞ്ഞുകുട്ടി അവൻ എഴുന്നേറ്റ് ഉടനെ നിൽക്കില്ല. അവൻ എങ്ങനെയാണ്? ആദ്യം തല ഉറയ്ക്കുന്നു, പിന്നെ കമന്ന് വീഴുന്നു, അങ്ങനെ പതുക്കെ പതുക്കെയാണ് അവന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സോ ഈ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ എൻറ്റയർ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 6 വയസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കായിരിക്കും കുട്ടിയുടെ ബ്രെയിനിൽ ഒരു 90% ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഈ ബ്രെയിൻ ഡെവലപ്മെന്റും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഒക്കെ സംഭവിക്കുന്ന ടൈം എപ്പോഴാണ്? ഒരു 6 years ആവണം ഒരു 90% ഓഫ് അഡൾട്ടിന്റെ അത്രയും ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഈ ഒരു ഏജിൽ 3 to 6 years ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം കുട്ടികളിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ ഗൈഡൻസും കാര്യങ്ങളും ആ കുട്ടികളുടെ ലൈഫിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ബ്രെയിൻ ഡെവലപ്മെന്റിന് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ബാക്കിയുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് പറഞ്ഞോടാ. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് മിസ്, എന്റെ മോൾക്ക് ഇതേപോലെ തന്നെ 6 വയസ്സായപ്പോഴേ രണ്ടാമത്തെ മോൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് തലവേദന ഒക്കെ വരുമായിരുന്നു. തലവേദനയും ഈ പറഞ്ഞ മാതിരി കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, തരിപ്പ് പോലെ വരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ എരിവുള്ളത് അച്ചാർ അങ്ങനെയൊക്കെ കുറെ കഴിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ച അത് കഴിക്കണോണ്ടായിരിക്കും ചോദിച്ചു. പിന്നെ കൂടി വരുമായിരുന്നത് കൈ തളർച്ച, കുറച്ച് ഒരു 5 മിനിറ്റ്, പിന്നെ 10 മിനിറ്റ് അങ്ങനെ അങ്ങനെ ആയി വന്ന്. അങ്ങനെ 1-2 കൊല്ലൊക്കെ ഞങ്ങൾ അടുത്തുള്ള ഒരു പീഡിയാട്രീഷ്യൻ അതുപോലെ കാണിച്ചപ്പോ ആള് പറഞ്ഞ് ഇരുമ്പിന്റെ കുറവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സിറപ്പൊക്കെ തന്ന് അതൊക്കെ കഴിച്ചിട്ടും കുറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ 8 വയസ്സായപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇതേപോലെ അമലേക്ക് കൊണ്ടുപോയപ്പോൾ MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്ത് നോക്കിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ആൾക്ക് ന്യൂറോയുടെ പ്രശ്നമായിരുന്നു. തലച്ചോറിൽ ഇത് മോയ എന്നിട്ടുള്ള അസുഖമാണ്. നമ്മൾക്ക് ഇപ്പോഴും ആ സർജറി ഒക്കെ കഴിഞ്ഞാണ് ശ്രീചിത്രയിൽ 1 കൊല്ലമായിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട്. അപ്പോഴാണ് കണ്ടുപിടിച്ചത് നമ്മ തലച്ചോറിൽ ഒരു സൈഡിലാണ് ഫസ്റ്റ് വന്നത്, ബ്ലഡ് കോട്ടായിട്ട് ഇങ്ങനെ 2 സൈഡിലും കോട്ടായി നിൽക്കായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കൈകഴപ്പ്, തലവേദന നമുക്കൊന്നും മനസ്സിലാവുക പോലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് വരുന്ന അസുഖം നമുക്ക് മനസ്സിലാവണില്ല. തലവേദന ചുമ്മാ ഒരു തലവേദന, അതേപോലെ ശരീരം തളർച്ച ചെറുതായിട്ട് ഒരു സൈഡ് മാത്രമേ വരുള്ളായിരുന്നു. പിന്നീട് സർജറിക്ക് ചെന്ന ടൈമിൽ 2ാമത്തെ സൈഡും വന്നു. പക്ഷെ ആൾക്ക് ഒരു കുഴപ്പമില്ല, വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഇതിലുള്ള പ്രശ്നം മാത്രം. അതിങ്ങനെ മോളിപ്പോഴും തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. സർജറി കഴിഞ്ഞിപ്പോ ഓരോ മരുന്നായിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഞാൻ ചോദിച്ചത് ന്യൂറോയുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അത് തലയിലുള്ള പ്രശ്നമാണെന്ന് ചോദിച്ചത് അതാണ്. തലയിലായാലും നമുക്ക് അത് ബാധിക്കണം, നമ്മുടെ ശരീരത്തിലെ കൈക്കും കാലിനൊക്കെ ബാധിക്കുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ബാധിക്കൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വിസ്മയ ഉണ്ടോ? ഓക്കേടാ മോൻ
H1N1 ആണോ? ആ അതെ അതെ. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്യാൻ. പ്രസന്റ് ചെയ്തോളാം. Respected teacher and my dear friends, I would like to share the topic about H1N1. H1N1 influenza, also known as swine flu, is a respiratory illness caused by a type A influenza virus that was originally found in pigs but now also circulates in humans. It's a contagious virus that spreads like seasonal flu. H1N1 എന്ന് പറയുന്നത് ഒരു തരം ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഇതിനെ സാധാരണയായിട്ട് പന്നിപ്പനി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് നമുക്ക് പ്രധാനമായിട്ടും പണ്ട് പന്നികളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ രോഗം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മനുഷ്യരിലേക്കാണ് പടർന്നിട്ടുണ്ട്. സാധാരണയായിട്ട് നമുക്ക് പനിയുടെ ലക്ഷണങ്ങളോടെയാണ് ഇത് കാണപ്പെടുന്നത്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഭേദമാകാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കുട്ടികൾ, പ്രായമായവർ എന്നിവരിൽ ഇതൊക്കെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതുപോലെ 2009 പാൻഡമിക് H1N1 is considered one of the viruses included in the seasonal flu vaccine and cause more severe illness in some individuals, particularly young children, the elderly and those with underlying health conditions. 2009 പകർച്ചവ്യാധിയുടെ ഫലമായിട്ട് ഇത് സീസണൽ ഫ്ലൂ വാക്സിനുകളിൽ ഒന്നായിട്ട് H1N1 കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ രോഗം എങ്ങനെയാ പകരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗിയുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുക വഴിയും, പിന്നെ അതുപോലെ രോഗം ബാധിച്ചയാൾ ചുമയ്ക്കുമ്പോഴോ അതുപോലെ തുമ്മുമ്പോഴോ ഉണ്ടാകുന്ന കണങ്ങൾ ശ്വസിക്കുന്നതിലൂടെയൊക്കെയാണ് നമ്മളിത് പടരുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ, പ്രായമായവർ എന്നിവരിലാണ് ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫീവർ ആൻഡ് ചിൽസ്, അതായത് പനിയും അതുപോലെ വിറയല് അതുപോലെ വരാം. പിന്നെ അതുപോലെ കഫ് ആൻഡ് സോർ ത്രോട്ട്, നമുക്ക് ചുമയും തൊണ്ടവേദന, അതൊക്കെ ലക്ഷണങ്ങളാണ്. പിന്നെ അതുപോലെ നമുക്ക് ബോഡി പെയിൻ ആൻഡ് ഹെഡ് ഏക്ക് ഒക്കെ വരാം, ശരീരവേദനയും പിന്നെ തലവേദന. പിന്നെ റണ്ണി ഓർ സ്നഫി നോസ്, ജലദോഷം ഇതിനു കൂടെ ഉണ്ടാവാം. പിന്നെ അതുപോലെ ഫാറ്റിക് ഓർ വീക്ക്നെസ്, തളർച്ച അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ അതുപോലെ ചിലരിൽ ഛർദിയും ഉണ്ടാവും. ഇത്രയാണ് നമുക്കതിന്റെ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻ ഉണ്ട്. ഗെറ്റ് വാക്സിനേറ്റഡ്. ദ സീസണൽ ഫ്ലൂ വാക്സിൻ പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് H1N1. പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ആൻഡ് കവർ യുവർ മൗത്ത് ആൻഡ് നോസ് വിത്ത് എ ടിഷ്യൂ വെൻ യു കഫ് ഓർ സ്നീസ്. നമ്മൾ പറയുന്ന പോലെ വാക്സിൻ നമുക്ക് ഇതിന് അവൈലബിൾ ആണ്. അതുപോലെ സെക്കൻഡ് ആയിട്ട് പറയുന്നത് ശുചിത്വം പാലിക്കുക. അതായത് നമ്മുടെ ഇപ്പൊ നമ്മള് കൈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, മാസ്ക് ഉപയോഗിച്ചും പിന്നെ അതുപോലെ നമ്മൾ കൈ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിയും ഒക്കെ നമ്മൾ അങ്ങനെ പ്രിവെന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പോ അതുപോലുള്ള ഈ മാർഗങ്ങൾ ഇവിടെ നമുക്ക് സ്വീകരിക്കാന്നാണ് പറയുന്നത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ നമുക്ക് വല്ല കർച്ചീഫൊക്കെ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ മറയ്ക്കാം. പിന്നെ അതുപോലെ അവോയ്ഡ് കോണ്ടാക്ട്. സ്റ്റേ അവേ ഫ്രം പീപ്പിൾ ഹു ആർ സിക്ക് ആൻഡ് സ്റ്റേ ഹോം ഇഫ് യു ആർ സിക്ക് ടു പ്രിവെന്റ് സ്പ്രെഡിങ് ദ വൈറസ്. നമുക്കിത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കാൻ ശ്രദ്ധിക്കുകയും പിന്നെ അതുപോലെ അസുഖബാധിതരായിട്ടുള്ളവർ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവ് കെയർ. ഗെറ്റ് പ്ലെന്റി ഓഫ് റെസ്റ്റ് ആൻഡ് ഡ്രിങ്ക് ഫ്ലൂയിഡ്സ്. അതായത് ധാരാളം ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും അതുപോലെ റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ. യു ക്യാൻ ടേക്ക് അസെറ്റാമിനോഫിൻ ഫോർ ഫീവർ ആൻഡ് പെയിൻ. അതായത് അസെറ്റാമിനോഫിൻ നമുക്കറിയാം ഒരു വേദനസംഹാരിയാണ്. അത് ഈ സമയങ്ങളിൽ ഇപ്പൊ H1N1 ബാധിതരായവർക്ക് അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പരമാവധി അതൊക്കെ കഴിച്ച് അതിനെ കുറച്ചു കൊണ്ടുവരാവുന്നതാണ്. പിന്നെ ആന്റിവൈറൽ ഡ്രഗ്സ്. ഇൻ സം കേസസ് എ ഡോക്ടർ മേ പ്രിസ്ക്രൈബ് ആന്റിവൈറൽ മെഡിക്കേഷൻസ്. ഇതിനെതിരായിട്ടുള്ള ആന്റിവൈറൽ ഡ്രഗ്സ് കിട്ടുമല്ലോ, അതൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ അസുഖത്തെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്.
പിന്നെ അതുപോലെ H1N1 എത്രത്തോളം ഗുരുതരമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക കേസുകളിലും നമുക്ക് പന്നിപ്പനി ദീർഘകാല സങ്കീർണതകൾക്ക് കാരണമാകാറില്ല എന്നാണ് അറിയുന്നത്. എന്നിരുന്നാലും ചില കേസുകളിൽ നമുക്ക് റെയർ കേസുകളിൽ ഇത് ന്യൂമോണിയയ്ക്കും പിന്നെ അതുപോലെ ആസ്മ അഥവാ ഹൃദ്രോഗം പോലുള്ള നിലവിൽ നമുക്ക് ഹൃദ്രോഗം അഥവാ ആസ്മ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ വഷളാക്കാനായിട്ട് ഒരുപക്ഷെ ഇതിനെ കൊണ്ട് സാധിച്ചെന്ന് വരും. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയൊക്കെയാണ് എന്റെ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കേടാ, ബാക്കിയുള്ളവർക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ആക്ടിവിറ്റിയും സോറി ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ മാം. Okay, ma'am. നമുക്ക് ആ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് തന്നെ മാറ്റേണ്ടി വരും. ടൈം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? സൈനോട്ട് പറയാനായി ജെറിനെ ക്ഷണിക്കുന്നു. Good morning to all. First of all, thank you all teachers and conducting all seminar subjects. ഇന്ന് കോർഡിനേറ്റ് ചെയ്ത സൽമ ടീച്ചറിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രെയർ ചെയ്ത അർച്ചന ടീച്ചർ, സൈൻ ഇൻ ചെയ്ത മിന്നുമോൾ ടീച്ചർ, തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞ ഗ്ലാഡിസ് ടീച്ചർ, നമ്മൾ സെമിനാർ അവതരിപ്പിച്ച ഓരോ ടീച്ചേഴ്സ്മാർക്കും അതിന്റെ പ്രസന്റ് ആയിരുന്ന അപർണ ടീച്ചറിനും ഞാൻ നന്ദി പറയും. താങ്ക് യു. ആൻഡ് ഇന്ന് സെമിനാർ അവതരിപ്പിച്ച എല്ലാവർക്കും നല്ല രീതിയിൽ സെമിനാർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഓൾ. ഞങ്ങൾക്ക് ഇപ്പൊ ഇൻക്ലൂഡിങ് മീ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ സെമിനാറിലൂടെ പറ്റിയിട്ടുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.